ആൻഡ് ഷെർലക് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണിത്. കുറേ ഇൻസ്റ്റാൾമെൻറ്റ്സ് ഇതിന് മുമ്പ് വന്നിട്ടുണ്ട് ആൻ സ്റ്റോറി വെച്ചിട്ട്. ആൻ ഫസ്റ്റ് സ്റ്റോറി വരുന്ന ഒരു ബുക്കിലാണ്. ദെൻ ഒരു 80s മിനി സീരീസ് ആയി ആൻ ഓഫ് ഗ്രീൻ ഗേബിൾസ് എന്ന് പറഞ്ഞത് വന്നിരുന്നു. ദെൻ അതിൻ്റെ ഒരു സീക്വൽ ഇറങ്ങിയിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ആൻ വിത്ത് ആൻ ഇ എന്ന് പറഞ്ഞിട്ട് നെറ്റ്ഫ്ലിക്സിൻ്റെ ഒരു സീരീസ് ഉണ്ടായിരുന്നു. 3 സീസണുള്ള ഒരു സീരീസ് ആയിരുന്നു. അതുപോലെ തന്നെ ഇതിന് വേറൊരു ആനിമേ കൂടി ഉണ്ട്, ഇതിന് മുമ്പ് ഫസ്റ്റ് ഇറങ്ങിയത് പറഞ്ഞുണ്ട്. സോ ഇതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു ഫേമസ് ക്യാരക്ടറും സ്റ്റോറിയൊക്കെയാണെന്ന്. ആനിമേ ഞാൻ കണ്ടു തുടങ്ങാൻ കാരണം കുറേ ഓൺഗോയിങ് ആനിമേ കാണുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു റിഫ്രഷിങ് ഒരു നൈസ് ആനിമേഷൻ സ്റ്റൈലൊക്കെ കണ്ടതുകൊണ്ട് തുടങ്ങിയതാണ്. ആൻഡ് എന്താ പറയുക, ആൻ നമ്മളെല്ലാം ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ ഫാനാക്കി മാറ്റും. ഓർഫനായ ആനിന് ഗ്രീൻ ഗേബിൾസ് എന്ന പുതിയ സ്ഥലത്തേക്ക് ആളുമാരെ അയക്കുന്നത് മുതലാണ് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഭയങ്കര ടോക്റ്റീവ് പേഴ്സൺ ആണ്. അതാണ് ആ ക്യാരക്ടറിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. പിന്നെ ആൾ കുറച്ച് കണ്ണിങ് ആൻഡ് ഒരു സ്റ്റബ്ബൺ ആണ്, ഭയങ്കര ഇമാജിനറി ടൈപ്പ് പേഴ്സൺ ആണ്. ഓവറോൾ വളരെ ലൈക്കബിൾ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ആൻ എന്ന് പറയുന്നത്. നമുക്ക് ഈ സീരീസ് ഉടനീളം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ. അപ്പോൾ ആൻ ഇപ്പോൾ താമസിക്കാൻ വരുന്ന ഗ്രീൻ ഗേബിൾസ് എന്ന പ്ലേസിൽ മാത്യു ആൻഡ് വൈഫ് നോക്കിയിരിക്കുന്നത് ഒരു ആൺകുട്ടിയാണ്. മാത്യു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആനിനെ പിക്ക് ചെയ്യുമ്പോഴാണ് ആൺകുട്ടിയല്ല മറിച്ചൊരു പെൺകുട്ടിയാണ് അവിടെ ഉള്ളതെന്നും ആ ഒരു മിസ്റ്റേക്ക് പറ്റിയെന്നൊക്കെ അറിയുന്നത്. തുടർന്നുള്ള വളരെ എൻജോയബിൾ ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ് ആനിമയിൽ പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഞാൻ കണ്ടതും വെച്ചും അതുപോലെ ഇത് കേട്ടത് വെച്ചൊക്കെ ആൻഡ് ആ ഒരു ബുക്കിനോട് 100% ആക്യുറേറ്റ് ആയിട്ടാണ് ഈ ഒരു സ്റ്റോറി ചെയ്തേക്കുന്നത്. വളരെ ഭയങ്കര രസമാണ് നമുക്ക് കണ്ടിരിക്കാൻ പറ്റിയ ഇതുവരെ ഒരു എലഗൻ്റ് ആയിട്ടുള്ളൊരു ആനിമയാണ് ആൻ ഷെർലക് എന്ന് പറയുന്നത്. ഓരോ എപ്പിസോഡും പുതിയ പുതിയ ഇതിനകത്തേക്ക് അല്ലെങ്കിൽ ലെവലിലേക്ക് കൊണ്ടുപോയി അതെല്ലാം ഒരുപാട് ക്യാരക്ടേഴ്സ് കുറേ വരുന്നു. അങ്ങനെ ടോട്ടലി ഒരു ഓസം ആനിമയാണെന്ന് പറയാം. ജസ്റ്റ് ഒരു റിഫ്രഷിങ് ഐറ്റം കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം.